ബാലേട്ടാ, ആൽബം ഇവിടെ വെച്ചിരിക്കുന്നു. എന്താ ആൽബം? സിന്ധുവിന്റേത്. എന്തിനാ? വെറുതെ ഒന്ന് കാണാൻ. ആൽബം ഒന്നും ഇതിനകത്തും വെക്കാറില്ല. അത് കുഞ്ഞുള്ളപ്പോ കുഞ്ഞോട് ചോദിച്ചു വാങ്ങിച്ചൂടെ? ഓ, ബാലേട്ടുണ്ടായാ പോരെ. ആൽബം തെരയുന്നു കുറെ തെരി. ഇത് സിന്ധു കുഞ്ഞിനെ വിളിച്ച് കാണിച്ചാലോ? വേണ്ട, ഒരു ഞാൻ തന്നെ വിളിച്ചിട്ടാണ്. നിങ്ങൾക്ക് രവിയേട്ടനെ കുറിച്ച് കുറ്റങ്ങളല്ലാതെ വേറൊന്നും പറയാനില്ലല്ലോ. എനിക്കെന്തോ അയാളെ കാണുമ്പോ എന്തെല്ലാമോ സംശയങ്ങൾ തോന്നുന്നു. എന്തു വന്നാലും ഞാൻ സഹിച്ചോളാം, പോരെ? കുഞ്ഞ് എന്നോട് ദേഷ്യപ്പെടണ്ട, ഞാൻ എന്റെ കടമ നിർവഹിച്ചെന്നുള്ളൂ. കടമ നിർവഹിക്കാനും ഉപദേശിക്കാനും താൻ എന്റെ ആരാണ്? ശരിയാണ്, ഞാൻ നിങ്ങളുടെ ആരുമല്ല. പക്ഷേ ശങ്കർ സാറിനോട് എനിക്കുള്ള കടപ്പാട് എന്റെ മരണം വരുത്തിയില്ല. തന്തിയും തള്ളി ആരാണെന്നറിയാത്ത തന്നെ ഈ നിലയ്ക്ക് എത്തിച്ചത് എന്റെ പൊന്നും സാറ്. കുഞ്ഞെ, എന്നോട് ക്ഷമിക്കണം. പക്ഷേ കുഞ്ഞെന്നിൽ കാണുന്ന തെറ്റ് ഇനി ഞാൻ ഒരിക്കലും ആവർത്തിക്കില്ല. പക്ഷെ എന്റെ പാഠ വിദ്യ എന്ന് കരുതി ഞാൻ ചോദിച്ചു. സിന്ധു, ഇൻകം ടാക്സ് റിട്ടേണിന്റെ കോപ്പി അതിലുണ്ടോ? ഹലോ, എന്താ സിന്ധു? എന്താ കുഞ്ഞെ? നമ്മുടെ ശങ്കർ സാറ് ശങ്കർ സാർ മരിച്ചു. എന്തായിരുന്നു അസുഖം? ദുബായിൽ വെച്ച് ഹാർട്ട് അറ്റാക്ക് വന്നു. നമുക്കുടനെ സാറിന്റെ വീട്ടിലേക്ക് പോകാൻ പറ്റ. സാറിന് ഇങ്ങോട്ട് കൊണ്ടുവരുമോ കുഞ്ഞെ? അതൊക്കെ അവിടെ ചെന്നാലേ അറിയൂ. എന്താ വീട്ടിനുള്ളിൽ ലൈറ്റ് ഒന്നും കാണാൻ? ഞാനും അതിനെ ആലോചിക്കുന്നു. സാർ വന്നിട്ട് പോയതാ. എപ്പോഴാ തന്നത്? രാവിലെ ഒരു 10 മണി ഉണ്ടാവും. കയ്യിൽ പെട്ടിയെ കേട്ടാ പോയത്. എങ്ങോട്ടാ പോയത്? അതറിയില്ല. ഒന്നും പറഞ്ഞില്ലേ? അതൊന്നും പറഞ്ഞില്ല. തരൂ.
സുമതിയുടെ പെട്ടിയും ഡ്രസ്സും ആ മുറി കാണുന്നില്ലല്ലോ. സാർ, എന്താ സിന്ധു? രവിയേട്ടൻ ഇന്ന് ബാങ്കിൽ നിന്ന് എത്ര ക്യാഷാണ് ഡ്രോ ചെയ്തതെന്ന് അറിയാമോ? ആ എസ്റ്റേറ്റിന്റെ രജിസ്ട്രേഷൻ ഇന്നാണെന്നും പറഞ്ഞ് എല്ലാ തുകയും ഡ്രോ ചെയ്തല്ലോ. എന്താ മോളെ ഞാൻ ഈ കേൾക്കുന്നത്? എന്നെ അയാൾ വഞ്ചിച്ചു ബാലേട്ട. ബാങ്കിലുണ്ടായിരുന്ന എല്ലാ രൂപയും അയാൾ എടുത്തോണ്ട് പോയി. എന്നാലും എന്റെ മോളെ, നിന്നോട് ഈ കൊലച്ചെയ്ത് ചെയ്തല്ലോ അവൻ. ഇനി എന്ത് ചെയ്യും ബാലേട്ട? പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കണം. ഹിയർ. ശരി, ഞങ്ങൾ ഉടനെ അവിടെ എത്താം. അയാളുടെ ഒരു ഫോട്ടോ ഞങ്ങൾക്ക് വേണം. ഓക്കെ? ഹലോ, സുമതിയല്ലേ? അതെ, ഞാൻ സിന്ധു. ഏതായാലും നേരം വെളുക്കട്ടെ. സിന്ധു വിഷമിക്കണ്ട, എല്ലാം ഞാൻ വേണ്ടതുപോലെ ചെയ്യാം. വെക്കട്ടെ. ഇവനാണ് ഞാൻ പറഞ്ഞ രവി, നമ്മുടെ സിന്ധുവിന്റെ കൂടുതലുള്ളവൻ. ഹലോ, എന്താ? തെറ്റിദ്ധരിക്കണ്ട, ഞാൻ രവിയോട് മാപ്പ് ചോദിക്കാൻ വന്നതാണ്. മനസ്സിലായില്ല. ഇത് മിസ്റ്റർ മോഹൻ, എന്റെ സുഹൃത്താണ്. ദുബായിൽ നിന്ന് വന്നതേ ഉള്ളൂ. വരൂ. വാ. എന്താ ലോഡ്ജിൽ താമസിക്കുന്നത്? ഞാൻ അവിടുന്ന് പോന്നു. പിന്നെ പറയാം. ഞങ്ങൾ അടുത്ത മുറിയിലാണ് താമസിക്കുന്നത്. ആ, നമുക്ക് നാളെ കാലത്ത് സംസാരിക്കാം. ഗുഡ് നൈറ്റ്. വരട്ടെ. സാറ് പോയതോടുകൂടി എനിക്കെല്ലാം നഷ്ടപ്പെട്ടു. എനിക്ക് ഈ ലോകത്ത് ഇനി ആരുമില്ല ബാലേട്ട. എന്റെ മരണം വരെ ഞാൻ കുഞ്ഞിന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. സിന്ധുവിനെ കൂടി നമ്മുടെ കസ്റ്റഡിയിൽ എടുക്കാൻ എന്താണ് ഒരു മാർഗം? നമ്മുടെ ജാൻസി വിചാരിച്ചാൽ സാധിക്കില്ലേ? അവൾക്ക് ആണുങ്ങൾ വെച്ചിരിക്കണേ പറ്റൂ. വേറൊരുത്തിയുണ്ട്, ഡോളി. അവള് സ്നേഹിച്ചുകൊണ്ട് കഴുത്തറക്കാൻ ബഹുമിടിക്കുകയാണ്. എന്താ അവളെ തന്നെ നാളെ പറഞ്ഞു വിടണം? സിന്ധു, സിന്ധുവിന് വേണ്ടി എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ആളാ. എന്നാലും അവസാനം അയാൾ നിന്നോട് ഇങ്ങനെ ചെയ്തു കളഞ്ഞല്ലോ. പണം പോയതിനേക്കാൾ വലിയ അപമാനമാണ് എനിക്കുണ്ടായിട്ടുള്ളത്. ഞാനിനി എങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും സുമതി? സിന്ധു, കുഞ്ഞെ, ഇതിനകത്തൊരു ഫോട്ടോ ഉണ്ട്. ബാത്റൂമിലെ വെന്റിലേറ്ററിൽ മുളന്ന് കിട്ടിയതാ. ഭാവന സ്റ്റുഡിയോ, ഗുരുവായൂർ. സിന്ധുവിന്റെ ആരാ ഗുരുവായൂരുള്ളത്? അയാളുടെ വീട് ഗുരുവായൂരാണെന്നല്ലേ പറഞ്ഞത്? അതേ, ഗുരുവായൂരിൽ തന്നെ. ആ, എന്നാ ഇത് അയാളുടെ കുട്ടിയാകാൻ അസാധ്യത. അവളുടെ സമ്പാദ്യം മുഴുവൻ അടിച്ചോണ്ട് വന്നിരിക്കും. കഷ്ടപ്പാട് മുഴുവൻ നമുക്കാ.
ഇനി അവന്റെ കയ്യിൽ നിന്ന് അടിച്ചെടുക്കണ്ടേ? ആ വെറുതെ എടുത്തിയാടണ്ട. അവന്റെ കയ്യിലുള്ള ഒരു തുക നമ്മൾ അറിഞ്ഞതായിട്ട് പോലും നടിക്കണ്ട. അവനെ ഒതുക്കാൻ എന്താണ് ഒരു മാർഗം? അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. വളരെ ഉത്തരവാദിത്വമുള്ള ഒരു ജോലിയാണ് ഞാൻ ഗ്ലോറി ഡിക്രൂസിനെ ഏൽപ്പിക്കാൻ പോകുന്നത്. അതിനെന്താ, സണ്ണിക്ക് വേണ്ടി മരിക്കാൻ പോലും ഞാൻ തയ്യാറാണ്. ഏതായാലും മരിക്കൊന്നും വേണ്ട. ഗ്ലോറിക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ള ഒരു വഴി ഞാൻ ഉണ്ടാക്കി തരാം. അതെന്താണ്? ഇപ്പൊ നമ്മുടെ കസ്റ്റഡിയിലുള്ള രവിയുടെ കയ്യിൽ ലക്ഷക്കണക്കിന് രൂപയുണ്ട്. അവന്റെ കയ്യിൽ നിന്ന് നമ്മൾ അത് തട്ടിയെടുക്കുന്നവരെ അവനെ പുറത്തു പോകാൻ അനുവദിക്കരുത്. ഓക്കേ ഡാർലിംഗ്. അപ്പോ ഗ്ലോറി ഇന്നു മുതൽ രവിയുടേതാണ്. രവിയുടേത് മാത്രം. ഞാൻ പറഞ്ഞേക്ക് ഓർമ്മയുണ്ടല്ലോ? എന്നാ പോയി റെസ്റ്റ് എടുത്തോളൂ. ഓക്കേ. സിന്ധു, സിന്ധു, സിന്ധു ഇവിടെ ഇല്ല. എവിടെ പോയതാ? അയ്യോ, അറിയാൻ പാടില്ല. എപ്പോ വരും? ഹോയ്, ഒന്നും പറഞ്ഞില്ല. ഇന്ന് വരുമോ? നിങ്ങളെന്താ പോലീസുകാരോട് കള്ളന്മാരോട് പോലീസുകാർ ചോദിക്കുന്നമാര് ചോദിക്കും? ഈ ബാലേട്ടൻ എന്താ മനുഷ്യരെ കാണാത്ത പോലെ സംസാരിക്കുന്നത്? ഞാൻ പിന്നെ മൃഗത്തിനോടാണ് ഇതുവരെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അയ്യോ, ഈ ചേട്ടൻ എന്തു പറഞ്ഞാലും തമാശയായിരിക്കും. ആ അതെ, എന്റെ തന്തയുടെ ഗുണം. അതിൽ നീ അസൂയപ്പെട്ടിട്ട് പ്രയോജനമില്ല. പിന്നെയും ബാലേട്ടൻ തമാശ പറയണോ? അത് നിനക്ക് മനസ്സിലായില്ലേ? അത് നിന്റെ തന്തയുടെ ഗുണം. വേണ്ട, നോക്ക. എന്താ പേര്? ഡോളി. വെരി നൈസ് നെയിം. ഡോളി, ഡോളി ഇരിക്കും. ഡോളി, ഞാൻ പോയി കുടിക്കാനേ ജ്യൂസ് എടുത്തിട്ട് വരാം. നമുക്ക് അകത്തിരുന്ന് കഴിക്കാം. സിന്ധുവെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. എന്താ വരില്ലേ? ഓ യെസ്, അതിനെന്താ? ഒരു പോവാ. ഒരു മനുഷ്യനോട് വരില്ല. ഓക്കെ? നാഥ, നാഥ, ഇത് കഴിച്ചിട്ട് സംസാരിക്കാം. കഴിക്കട്ടോളേ. ആ രവിയുമായി അടുത്തപ്പോഴേ ഞാൻ പറഞ്ഞതാ, സിന്ധു കുഞ്ഞെ, ഈ ബന്ധം നല്ലതിനല്ലെന്ന്. ഇതിനേക്കാൾ എത്രയോ ബെറ്റർ ആയിരുന്നു സണ്ണി സാർ. സിന്ധുവിന്റെ പുറകെ നടക്കല്ലായിരുന്നു. ആ ശരിയാ പറഞ്ഞത്. സണ്ണി സാറ് പണക്കാതിരുന്നെങ്കിൽ ഇപ്പൊ ആ രവിയെ തൂക്കിയെടുത്തു കൊണ്ടുവന്ന്. ഒരു വനിതാ സിയോടി എന്നാ അങ്ങോട്ട് പോ, അത് മാറ്റി വേഗം പോ.